അങ്ങനെ നമ്മുടെ ആനക്കക്ക നമ്മളെ പറ്റിച്ചു, പക്ഷേ ചെറിയ കക്ക പറ്റിച്ചതേ ഇല്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെറിയ കക്ക വെച്ച് റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഉപ്പും മൈദയും ചേർത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കക്കയിറച്ചിയാണ് ഇത്. ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് കക്കയിറച്ചി ഇടാം. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ശകലം ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഇതിനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞങ്ങളിപ്പോൾ കടുക് വറുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന എണ്ണയാണ് അവക്കോട. അപ്പോഴും ഇത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് എടുക്കാം. കടുക് വറുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ തന്നെയുള്ള വെള്ളത്തിൽ തന്നെ ഇതിനെ ഈ പരുവത്തിൽ കുറുക്കിയെടുക്കുക. ഇതും കൂടി ഇതിൻ്റെ മണ്ടയിലോട്ട് വെക്കുക. കാരണം ഇതിനകത്താണ് ഉപ്പുമൊക്കെ ഉള്ളത്. ആ ഉള്ളിയെല്ലാം നല്ല ഇതായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായിട്ട് വരട്ടി അങ്ങ് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പറ്റിയ കോമ്പിനേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയും ചപ്പാത്തിയുമാണ്. പക്ഷേ ചോറിൻ്റെ കൂടെയും നല്ലതാണ് കേട്ടോ. ബൈ.